കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചു. വലിയ ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് നേതാക്കളും പ്രവർത്തകരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തുന്നതും ബി.ജെ.പിയുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നുണ്ട്. എറണാകുളം മണ്ഡലത്തിൽ ബി.ജെ.പി. ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. സംവിധായകൻ മേജർ രവിയുടെ പേരാണ് മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നത്. മത്സരിക്കാനുള്ള ആഗ്രഹം മേജർ രവിയും അറിയിച്ചിട്ടുണ്ട്. പാർട്ടി ആവശ്യപ്പെട്ടാൽ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ച് ഉടൻ തന്നെ പ്രചാരണത്തിനിറങ്ങുമെന്നും മേജർ രവി മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ബി.ജെ.പിയിൽ മേജർ രവിയോട് എതിർപ്പുള്ളവരുണ്ട്. മേജർ രവിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടും ജില്ലയിലെ ബി.ജെ.പിക്കകത്ത് വിയോജിപ്പ് നിലനിൽക്കുന്നുണ്ട്. മേജർ രവിയെ മത്സരിപ്പിക്കുന്നത് ഗുണം ചെയ്യില്ലെന്നാണ് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗത്തിന്റെ നിലപാട്. സ്ഥിരതയില്ലാത്ത വ്യക്തിയാണ് മേജർ രവി എന്ന ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥി പി രാജീവിന് വേണ്ടി പ്രചരണ വേദിയിൽ മേജർ രവി എത്തി. കോൺഗ്രസ് സ്ഥാനാർത്ഥികളോടും അദ്ദേഹം ആഭിമുഖ്യം പുലർത്തുന്നു. ഇതെല്ലാം തിരിച്ചടിയാകുമെന്നാണ് മേജർ രവി എതിർക്കുന്നവർ പറയുന്നത്. കെ.എസ്. രാധാകൃഷ്ണൻ, സിജി രാജഗോപാൽ, എ.എൻ. രാധാകൃഷ്ണൻ തുടങ്ങിയവരുടെ പേരുകളും എറണാകുളത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. 2014 എ.എൻ. രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ 11.63% മണ്ഡലത്തിലെ ബി.ജെ.പിയുടെ വോട്ട് വിഹിതം. കഴിഞ്ഞ തവണ അൽഫോൺസ് കണ്ണന്താനം മത്സരിച്ചപ്പോൾ 14.28% ഇത് ഉയർന്നു. ജയസാധ്യത ഒട്ടുമില്ലാത്ത മണ്ഡലങ്ങളുടെ പട്ടികയിലാണ് ബി.ജെ.പി. എറണാകുളത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിലെ 12 മണ്ഡലങ്ങളിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ, കാസർഗോഡ് എം.എൽ. അശ്വിനി, പാലക്കാട് സി. കൃഷ്ണകുമാർ, തൃശൂർ സുരേഷ് ഗോപി, ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ, പത്തനംതിട്ട അനിൽ ആന്റണി, വടകര പ്രഫുൽ കൃഷ്ണൻ, ആറ്റിങ്ങൽ വി. മുരളീധരൻ, കോഴിക്കോട് എം.ടി. രമേശ്, മലപ്പുറം ഡോക്ടർ അബ്ദുൽ സലാം, പൊന്നാനി നിവേദിത സുബ്രഹ്മണ്യം എന്നിങ്ങനെയാണ് കേരളത്തിലെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പാലക്കാട്, തൃശൂർ മണ്ഡലങ്ങളിൽ ബി.ജെ.പി. ജയസാധ്യത കാണുന്നുമുണ്ട്.